പരാതിയല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് ഒരാൾക്ക് ചെയ്യാൻ പറ്റണതിന്റെ ലിമിറ്റ്സ് ക്രോസ് ചെയ്യുമ്പോൾ വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ. അത് കറക്റ്റാ സർ, ട്രൂലി ഐ അഗ്രി വിത്ത് യു. അത്രേ ഉള്ളൂ. ആ ഒരു പരാതിയേ ഉള്ളൂ സാറിന്. അപ്പൊ അതിനോട് ദിവ്യ എന്താ പറയുന്നത്? അല്ല, കറക്റ്റ് അല്ലേ? Correct അല്ലേ? അത് പറയുന്നത് കറക്റ്റാ. അന്നേച്ച് ഈ പറഞ്ഞ പോലെ ഒരു സീനൊക്കെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഒരു എന്താ പറയാ അറ്റം ചെന്നൊക്കെ അഭിനയിക്കാന്നൊക്കെ പറയുന്നത്. ആർട്ടിസ്റ്റ് വേണ്ടത്. അത് പക്ഷെ ആരോഗ്യമൊന്നും നോക്കാറില്ല എന്നൊക്കെയാണ് പൊതു അഭിപ്രായം. ശരിയാണോ? ശരിയാണ്. അതെന്തുകൊണ്ടാണ് ഇത്ര പാഷൻ ആക്ടിങ്ങിനോട്? കുഞ്ഞുനാള് പോലെ ഉള്ളതാണോ? എനിക്കിഷ്ടമാണ്. എങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വരാൻ ഒരു ഇത് വന്ന്? ഞാന് ഇതിനു മുന്നേ ഒരു 18ാമത്തെ വയസ്സിലുണ്ടായിരുന്നു. ഞാൻ മൂവിയൊക്കെ ചെയ്തായിരുന്നു. ശ്രീനിവാസൻ ചേട്ടൻ്റെ അനിയത്തിയായിട്ട് ചിതറിയവർ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തായിരുന്നു. പിന്നെ ബസ് കണ്ടക്ടർ, പച്ചക്കുതിര, അങ്ങനെയൊക്കെ. പിന്നെ എങ്ങനെ ഓഫർ വരുന്നത് ദിവ്യക്ക്? അത് പണ്ട് പരസ്യം വരുമല്ലോ പേപ്പറിൽ, അങ്ങനെ അയച്ചു കൊടുക്കും. ഇന്നത്തെ ഓഡിഷൻ പറയുന്ന പോലെ അല്ലേ? അങ്ങനെ അയച്ചു കൊടുത്തിട്ട് കിട്ടിയതാണ്. ഓക്കെ. അപ്പൊ കുഞ്ഞുനാട് മുതലേ ഇങ്ങനെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു പോവാൻ? ഇഷ്ടമായിരുന്നു. അപ്പൊ എല്ലാരും നല്ല പ്രോത്സാഹിപ്പിച്ചു. സ്ക്രീനിലൊക്കെ മോളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അതിനെക്കാട്ടും സന്തോഷം ദിവ്യക്കുണ്ടായിരുന്നു അല്ലെ? പിന്നെ തീർച്ചയായും.